ഹായ്, എൻ്റെ പേര് ഷബ്ന. ഞാൻ ജൂലൈ 25-നാണ് DH എക്സാം പാസ്സായത്. അൽഹംദുലില്ലാ. എനിക്ക് കൂടുതലും കേസസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് വളരെ കുറവായിരുന്നു. സോ ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾ നന്നായിട്ടും ടൈം മാനേജ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ദ ഹോൾ മെറ്റബൻസർ ടീമിനോടാണ്. എസ്പെഷ്യലി ആൻഡോ സർ. എല്ലാ ടീച്ചേഴ്സും ഈക്വലി എഫിഷ്യൻ്റ് ആണ്. ആൻഡോ സാറിൻ്റെ ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സാറിൻ്റെ ക്ലാസ്സസ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഡോക്ടർ അമൽ സാറിനോടാണ്. അമൽ സാറിൻ്റെ ക്ലാസ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സാർ എപ്പോഴും ഒരു ടോപ്പിക്ക് പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളും പറയുന്ന കാരണം നമുക്ക് അതിലൊരു ഡൗട്ട് വരില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് സാർ അത് ക്ലിയർ ആക്കി തരും. ദ വേ ഓഫ് ടീച്ചിങ് നല്ല രസമായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ജുബേരിയ മാം ആണ് എൻ്റെ മെൻറ്റർ. മാം എപ്പോഴും പറയാറുണ്ട് ഡൗട്ട് വെക്കരുത്, ക്ലിയർ ആക്കി പോകണം. അപ്പോൾ എപ്പോഴും എനിക്ക് റെഫർ ചെയ്തിട്ടും ഓരോ നോക്കിയിട്ടൊക്കെ ജേണലൊക്കെ നോക്കിയിട്ട് മാം എപ്പോഴും എനിക്ക് ക്ലിയർ ആക്കി തരാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും ബേസിക് ക്ലാസ്സസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ഫയൽസിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോക്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഫയൽസും എനിക്ക് ഫുള്ള് നോക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മാത്രമാണ് നോക്കിയിട്ടാണ് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഡൗട്ട് വെക്കാത്ത കാരണം, വളരെ ക്ലിയർ ആക്കി പോയത് കാരണം എനിക്ക് എക്സാം കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നിയത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കടക്കുക. ബേസിക് ക്ലാസ്സസ് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് വേ ഓഫ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. സോ മാക്സിമം ടൈം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ഫയൽസ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് DH ക്രാക്ക് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.